എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ വിചാരിക്കുന്നുണ്ടോ നമ്മുടെ ഈ ആരോഗ്യം പൂർണ്ണാരോഗ്യവാനായി നമ്മളെന്നും ഉണ്ടാകുമെന്ന്? നമ്മുടെ ഈ സമ്പത്ത്, നമുക്കെന്നും ഈ സമ്പത്ത് ഇങ്ങനെ മാസം മാസം വരുമാനം ഇങ്ങനെ ലഭിക്കുമെന്ന്, നമ്മുടെ ആരോഗ്യം നിലനിൽക്കുമെന്ന്, ഊർജ്ജസ്വലത്തോടെ മറ്റുള്ളവരെ കളിയാക്കുമ്പോൾ, പരിഹസിക്കുമ്പോൾ, കുറ്റം പറയുമ്പോൾ നമുക്ക് ഈ ആരോഗ്യം ഉണ്ടാകുമെന്ന് നമുക്കെന്താണ് ഉറപ്പ്? അതേപോലെ നമ്മുടെ സമ്പത്ത്, അതേപോലെ നമ്മുടെ ആരോഗ്യം, അതുപോലെ നമ്മുടെ ആയുസ്, എത്ര എത്ര ആളുകളാണ് മരിച്ചു പിരിയുന്നത്. പല സംസാരങ്ങൾ നടത്തുമ്പോൾ ചില ആളുകൾ ചോദിക്കാറുണ്ട്, എന്തിനാണ് യൂട്യൂബിൽ നിൻ്റെ വീഡിയോ കാണാൻ പതിനായിരക്കണക്കിന് ആയിരക്കണക്കിന് ആളുകളൊന്നുമില്ലല്ലോ? അതേ വിശുദ്ധ ഖുർആനിലൊരു വചനം, കാലത്തെ സാക്ഷി പിടിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വലസ്ർ, കാലം തന്നെയാണ് സത്യം, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, തീർച്ചയായും മനുഷ്യൻ നഷ്ടത്തിൽ തന്നെയാകുന്നു. ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, ഇല്ലല്ലദീന ആമനു, ഒരു വിഭാഗം ആളുകൾ ഒഴികെ, ആരെയും വിശ്വസിച്ച ആളുകൾ ഒഴികെ, വഅമിലു സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ച ആളുകൾ ഒഴികെ, വതവാസൗ ബിൽ ഹഖ്, ഹക്ക് കൊണ്ട് കൽപ്പിച്ചവർ ഒഴികെ, വതവാസൗ ബിസ്സബ്ർ, ക്ഷമ കൊണ്ട് പരസ്പരം കൽപ്പിച്ചവർ ഒഴികെ, ബാക്കി എല്ലാവരും നഷ്ടത്തിലാണ്. അപ്പോൾ എൻ്റെ സംസാരത്തിൻ്റെ ഉദ്ദേശം നിങ്ങൾക്ക് പൂർണ്ണമായി മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. 5 പോയിന്റുകളിൽ ഊന്നി നിന്നുകൊണ്ട് ഒരു ചെറിയ സംസാരമാണ് ഈ ഉള്ളവൻ നടത്താൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ യൗവനം, പാഴായിപ്പോയ യൗവനം, പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, എത്രയോ വർഷങ്ങൾ പെട്ടെന്ന് കടന്നു പോകുന്നു. വർഷങ്ങളും മാസങ്ങളും കടന്നു പോകുന്നത്, ആഴ്ചകൾ കടന്നു പോകുമ്പോൾ വെള്ളിയാഴ്ച വരുമ്പോൾ നമുക്കറിയുന്നത് വെള്ളിയാഴ്ചയായി. ഞായറാഴ്ച വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് അത്ഭുതപ്പെടുകയാണ്, ഞായറാഴ്ച ഇതാ വന്നിരിക്കുന്നു. അതേപോലെ ദിവസങ്ങൾ എത്ര പെട്ടെന്നാണ് കഴിഞ്ഞു പോകുന്നത്. കഴിഞ്ഞ റമദാൻ വന്ന് ഇപ്പോൾ അടുത്ത റമദാൻ ആദ്യം വരാനായി. ഓരോ റമദാൻ വരുമ്പോൾ നമ്മൾ പറയും, ഇന്നലെയല്ലേ റമദാൻ കഴിഞ്ഞത് എന്ന്. അങ്ങനെ എത്ര പെട്ടെന്നാണ് വർഷങ്ങൾ കടന്നു പോകുന്നത്. നമ്മൾ വിചാരിക്കും നമുക്ക് മാത്രമാണോ? വാർദ്ധക്യത്തിൻ്റെ അങ്ങേ അറ്റത്തിൽ നിൽക്കുന്ന ആളുകളോട് നമ്മൾ ചോദിച്ചു നോക്കൂ, അവരും പറയും, എത്ര പെട്ടെന്നാണ് എൻ്റെ യൗവനവും എൻ്റെ ബാല്യവും എൻ്റെ യൗവനവും എല്ലാം കഴിഞ്ഞ് വാർദ്ധക്യത്തിലേക്ക് ഞാൻ എത്തിയത് എന്ന്. അങ്ങനെയാണ്, പെട്ടെന്നാണ് കാലങ്ങൾ കടന്നു പോകുന്നത്, ദിവസങ്ങൾ കടന്നു പോകുന്നു, മാസങ്ങളും വർഷങ്ങളും കടന്നു പോകുന്നു. നമ്മൾ ഓരോ ആളുകളും ചിന്തിക്കേണ്ട മർമ്മപ്രധാനമായ കാര്യമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. നമ്മൾ യൗവനം പാഴായി പോകാൻ പാടില്ല. അത് നല്ല സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ മാറ്റിവെക്കണം. മറ്റുള്ളവരെ കളിയാക്കാനും പരിഹസിക്കാനും കുത്തുവാക്ക് പറയാനും അപഹേളിക്കാനും വേണ്ടി മാത്രം ഉപയോഗിക്കരുത്. എന്തിന് ചെലവഴിച്ചു, നിൻ്റെ യൗവനം എന്തിൽ ചെലവഴിച്ചു എന്ന് നാളെ 5 കാര്യങ്ങൾ ചോദിക്കുന്നിടത്ത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. നിൻ്റെ യൗവനം എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന് നമ്മൾ ചോദിക്കപ്പെടും. ഒരടി മുമ്പോട്ട് വെക്കാൻ ഒരു വിശ്വാസിക്ക് സാധ്യമല്ല, അവിടുന്ന് ഒരു മനുഷ്യനും സാധ്യമല്ല. അത് നിൻ്റെ യൗവനം എന്തിന് ചെലവഴിച്ചു എന്ന് അവിടെ ചോദിക്കപ്പെടും. അതേപോലെ പ്രവാസ ലോകത്തെപ്പറ്റി നമ്മൾ ഉദാഹരണം പറയാറുണ്ട്. പ്രവാസ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ, വർഷങ്ങൾ ജീവിച്ചിട്ട് ഒരുപാട് വർഷം ഇവിടെ പ്രവാസ ലോകത്ത് നിന്നിട്ട് അവസാനം കൊണ്ടുപോകുമ്പോൾ, അവസാനം ഒരു 5 സെൻറ്റ് സ്ഥലം അവൻ സ്വന്തമാക്കിയില്ല, ഒരു വീട് സ്വന്തമാക്കിയില്ല, ഒരു വാഹനം സ്വന്തമാക്കിയില്ല. എന്നിട്ടും അവനിങ്ങനെ അടിച്ചു പൊളിച്ച് തൻ്റെ ആവശ്യങ്ങൾക്ക് തൻ്റെ കിട്ടുന്ന വരുമാനമനുസരിച്ച് ഇഷ്ടം പോലെ ആസ്വാദനത്തിൽ മുഴുകിക്കൊണ്ട് ജീവിച്ചു, താൻ ജോളിയായി ജീവിച്ചു എന്ന് നമ്മൾ പറയാറുണ്ട്. അവിടെയും ഇവിടെയും കറങ്ങി, ബീച്ചിലും പാർക്കിലും അവിടെയും ഇവിടെയും, ഇവിടെ കാണാവുന്ന സ്ഥലങ്ങളൊക്കെ കണ്ട് അവിടെ പോയി അടിച്ചു പൊളിച്ച് ജീവിച്ചിട്ട് അവസാനം 20 വർഷം 30 വർഷം കഴിഞ്ഞിട്ട് പ്രവാസ ലോകത്ത് നിന്ന് മടങ്ങിപ്പോകുമ്പോൾ വെറും കൈയോടെ മടങ്ങിപ്പോകുന്ന അവസ്ഥ നമ്മൾ അത്രമാത്രം പരിതാപകരമാണ്. അതേപോലെ നമ്മുടെ യൗവനം ഇങ്ങനെ, വാർദ്ധക്യം ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഈ യൗവനത്തിൽ? ഈ ആരോഗ്യം ഉണ്ടാകുമ്പോൾ ആരോഗ്യം, രണ്ടാമത്തെ വിഷയം ആരോഗ്യമാണ്. ആരോഗ്യം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്തു? നമ്മുടെ ഈ അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ എന്തൊരു നന്മയോ, എന്തൊരു മുന്നൊരുക്കമാണ് നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ളത്. നമ്മുടെ സന്താനങ്ങൾക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി എന്തൊരു മുന്നൊരുക്കം ചെയ്തു. അതുപോലെ നമുക്ക് വേണ്ടി എന്ത് മുന്നൊരുക്കം ചെയ്തു, നാളേക്ക് വേണ്ടി നമ്മൾ എന്ത് കരുതി വെച്ചു എന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ ഒഴിവ് സമയം, ആരോഗ്യം ഒഴിവ് സമയം പ്രവാചകൻ തുർമുദി നിവേദനം ചെയ്യുന്ന ഹദീസിൽ നമുക്ക് ചേർത്ത് പറയുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. ആരോഗ്യവും ഒഴിവ് സമയവും. മനുഷ്യൻ നഷ്ടത്തിലാണ്. പ്രവാചകൻ പറഞ്ഞു, മനുഷ്യൻ നഷ്ടത്തിലാണ്. ഒന്ന് അവൻ്റെ ആരോഗ്യം, ഒന്ന് ഒഴിവ് സമയം. ഇതിനെക്കുറിച്ച് പല ആളുകൾ നഷ്ടത്തിലാണ്. അതായത് പല ആളുകളും ചിന്തിക്കുന്നില്ല, അവൻ മനസ്സിലാക്കുന്നില്ല. നമുക്കറിയാം, നമുക്ക് ഇന്നുള്ള ആരോഗ്യം നാളെ ഉണ്ടാകുമെന്ന് നമുക്കറിയില്ല. ഇന്ന് നമുക്ക് കരുത്തുണ്ട്, ശക്തിയുണ്ട്, ബലമുണ്ട്, നമ്മൾ പറഞ്ഞാൽ കേൾക്കാൻ ആളുകളുണ്ട്, കുടുംബക്കാരുണ്ട്. അതേപോലെ നാളെ നമുക്കിത് ഉണ്ടാകുമോ? പലപ്പോഴും പല മക്കളെക്കുറിച്ച് ആദ്യം പറയാറുള്ള മാതാപിതാക്കൾ പറയാറുള്ളത് എന്താണ്? അവർ പറയാറുള്ളത്, എൻ്റെ മോൻ നാളെ ഞാൻ എന്നെ നോക്കുമോ, ഞാൻ വാർദ്ധക്യത്തിൽ കിടക്കുമ്പോൾ എന്തായിരിക്കും അവസ്ഥയെന്ന്. അതേപോലെ നമ്മൾ എന്ത് ചെയ്തു? നമ്മളെ മാതാപിതാക്കൾ എത്രമാത്രം നമ്മൾ നോക്കി, നമ്മളെ ഭാര്യയും കുടുംബത്തിനും എത്രമാത്രം അവർക്ക് സമ്പത്ത് നൽകിയെന്ന് മാത്രമല്ല, എങ്ങനെ അവരുമായി നമ്മൾ ഇടപഴകി. ഓരോ സന്ദർഭത്തിലും ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ, അവർക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ, ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മളെങ്ങനെ ഇടപെട്ടു എന്ന് കൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സൗമ്യമായി ഇടപെട്ടോ, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ നമ്മൾ സമയം കണ്ടെത്തിയോ, അതുപോലെ നല്ല രീതിയിൽ നമ്മൾ പെരുമാറിയോ, അവർക്ക് അസുഖം വരുമ്പോൾ നമ്മളൊന്ന് കൂടുതൽ ചേർത്ത് പിടിക്കാൻ വേണ്ടി പരിശ്രമിച്ചോ, ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ നമ്മുടെ ആരോഗ്യത്തിൽ ദുർബലമായിരിക്കുമ്പോൾ, നമ്മൾ ഒഴിവ് സമയത്തിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ആ ഒഴിവ് സമയം ചെലവഴിച്ചത്? ഇങ്ങനെ സ്ട്രോൾ ചെയ്ത് പല വീഡിയോകളും കണ്ട് മൊബൈലിന് അഡിക്ഷനായി, അതുപോലെ പല തിന്മകൾക്കും അടിമപ്പെട്ടു പോയി അങ്ങനെ അങ്ങ് കഴിഞ്ഞു പോയതാണോ നമ്മുടെ യൗവനം? നമ്മുടെ വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ നമ്മളിപ്പോൾ പലരും പ്രായം കൂടിയ ആളുകളാണ് എൻ്റെ വീഡിയോ അധികം കാണുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
മനസ്സിലാക്കുന്നത്. എങ്ങനെ ചിലവഴിച്ചു നമ്മളെന്ന് വളരെ പ്രധാനമായി നമ്മൾ ഓർക്കണം. ഇനിയുള്ള അവസരത്തിലെങ്കിലും നമുക്ക് ആരോഗ്യവും ഒഴിവ് സമയവും അതൊക്കെ പരമാവധി ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ സമയം കണ്ടെത്തണം, പരമാവധി ഉപയോഗിക്കണമെന്നാണ് ഞാൻ ഈ ഒരു സംസാരം കൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ സമ്പത്ത്, ഒരുപാട് ആളുകൾ നമുക്കറിയാം ഇന്നുള്ള സമ്പത്ത് പല ആളുകൾക്കും ഒരു ജോലി നഷ്ടപ്പെടുമ്പോഴേക്കും അല്ലെങ്കിൽ ഭയങ്കര വേവലാതി, ഭയങ്കര ആവലാതിയാണ്. എൻ്റെ ജോലി നഷ്ടപ്പെടുമോ എന്ന് കരുതി ഭയങ്കര കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ജോലി ചെയ്യുന്ന ആളുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പക്ഷേ അങ്ങനെ പ്രയാസപ്പെടേണ്ടതില്ല. നമുക്ക് ജോലി നഷ്ടപ്പെടും. ദുനിയാവ് വിശാലമാണ്, അള്ളാഹിൻ്റെ ദുനിയാവ്. ഇന്നല്ലെങ്കിൽ ഇവിടെ ഇല്ലെങ്കിൽ മറ്റു സ്ഥലത്ത്, എവിടെ ഇല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് അങ്ങനെ ജോലി കിട്ടും. ജോലി ഇല്ലാത്ത ഒരുപാട് ആളുകൾ ഉണ്ട്. അതൊരു പരീക്ഷണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ. അതുകൊണ്ട് നിങ്ങൾ സമ്പത്ത് കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടില്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുപോലെ നമുക്ക് പഠിച്ച ആളുകൾക്കാണ് ഇവിടെ സമ്പത്ത് കാണുന്നത്. നമ്മൾ കാണുമ്പോൾ അനീതി നമ്മൾ കാണുന്നില്ല. അതിലൊക്കെ നമ്മൾ അനീതി കാണാറുണ്ട്. പലപ്പോഴും പല ആളുകളും ദൈവനിഷേധികൾ ആളുകൾ ചോദിക്കാറുണ്ട്, ദൈവം നീതിമാനെങ്കിൽ, ദൈവം റഹ്മാനാണ് നിങ്ങൾ പറയുന്ന റഹ്മാനാണെങ്കിൽ എന്തുകൊണ്ട് പല ആളുകൾക്ക് സമ്പത്തുണ്ട്, എന്തുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് സമ്പത്തില്ല, എന്തുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് ജോലിയുണ്ട്, എന്തുകൊണ്ട് ഒരുപാട് ആളുകൾ വികലാംഗരായി ജീവിക്കുന്നു? അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. നമ്മൾ ആകെ പ്രയാസപ്പെട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. അല്ല, നമുക്കൊരു ബുദ്ധിമുട്ടുമല്ല ചോദ്യം. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? അത് തന്നെയാണ് ദുനിയാവ്. ദുനിയാവിൻ്റെ നിരർത്ഥകതയാണ് അത് കാണിക്കുന്നത്. സൈറിനടിയാണെങ്കിൽ കട്ടാവുന്നതാണ് എൻ്റെ വിചാരം. അപ്പോൾ അതേപോലെ നമ്മുടെ ജീവിത ലക്ഷ്യം, അവസാനമായി എൻ്റെ വിഷയത്തിലേക്ക് വരുമ്പോൾ, നമ്മുടെ ജീവിത ലക്ഷ്യം ഒരു ജീവിത ലക്ഷ്യത്തിലേക്കാണ് പലരും ചോദിക്കുമ്പോൾ പലരും പറയാറുള്ളത്, എനിക്ക് പഠിക്കണം, വലിയ നിലയിലെത്തണം, വലിയ ഇതാക്കണം, അതുപോലെ എൻ്റെ മക്കളെ ഭാവി എനിക്ക് കാണണം, മക്കളെ നല്ലമായി പഠിപ്പിക്കണം, അവരുടെ സന്താനങ്ങളെ എനിക്ക് കാണാൻ വേണ്ടി കഴിയണം, അതുപോലെ മക്കളെയൊക്കെ കാണാൻ കഴിയണം. ഈ ഒരു വാർദ്ധക്യത്തിലെത്തി അങ്ങേയറ്റെത്തിയ ഒരാളോട് ഞാൻ സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറയുന്നത്, എൻ്റെ പേരമക്കളുടെ ഒരു കല്യാണം കൂടി കണ്ടിരുന്നെങ്കിൽ അവരുടെ ഒരു കളിയും ചിരിയും അതൊക്കെ കാണാൻ വേണ്ടി എനിക്ക് കുറച്ചും കൂടി ജീവിക്കണം. അപ്പോൾ നമുക്കൊരു ആഗ്രഹങ്ങളുണ്ട് അങ്ങനെ ഒരുപാട് കാലം. പക്ഷേ എന്തിനു വേണ്ടി നമ്മൾ ജീവിക്കുന്നത് നമ്മൾ പലപ്പോഴും മറന്നു പോകും. എന്തിനാണ് ഇങ്ങനെ മറ്റുള്ള ഇതര ജീവികൾ മരിച്ചു പോകുന്നത് പോലെ ഈ ഭൂമിയിൽ വന്ന് ജീവിച്ച് കുടുംബമായി ഭാര്യയായി മക്കളായി ജീവിച്ച് ഇങ്ങനെ മരിച്ചു പോകാനുള്ളതാണോ നമ്മുടെ ജീവിതം? ഈ മരണത്തിന് ശേഷം ഒരു ജീവിതം ഇല്ല എന്ന് ചിന്തിക്കുമ്പോഴാണ് ഇവിടെ അനീതിയാകുന്നത്. കണ്ണ് കാണാത്തവനും കാത് കേൾക്കാത്തവനും, അപ്പോൾ ദൈവത്തിൻ്റെ അനീതി, അതുപോലെ സമ്പത്തില്ലവനും സമ്പത്തില്ലാത്തവനും അവരുടെ അനീതി ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നത് എപ്പോഴാണ്? പരലോകത്തിൽ അടിയുറച്ച് വിശ്വസിക്കാതിരിക്കുമ്പോഴാണ്. അതുപോലെ ബാങ്ക് സമയം. അതുകൊണ്ട് നമുക്ക് മറ്റൊരു വിഷയമായി, നമുക്ക് ഒരു നല്ല ശക്തമായ വിഷയമായി നമുക്ക് വീണ്ടും കാണാം. വാഹിറതമാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ഇവിടെ ആ ഒരു വിഷയം പൂർണ്ണമാകണമെങ്കിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് കൂടി പറഞ്ഞാൽ പൂർണ്ണമാകും. അവിടെ നാളെ പരലോകത്ത് വെച്ച് ആദമിൻ്റെ പുത്രന് ഒരടി മുമ്പോട്ട് വെക്കാൻ സാധ്യമല്ല. 5 ചോദ്യങ്ങൾ ചോദിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല, അതിന് ഉത്തരം പറയാതെ. അതിലൊന്നാമത്തത് നിൻ്റെ ആയുസ്സിനെ സംബന്ധിച്ച് ചോദിക്കും. നിൻ്റെ ആയുസ് എങ്ങനെ ജീവിച്ചു, എങ്ങനെയെല്ലാം ചിലവഴിച്ചു, ആയുസ് ഓരോരുത്തർക്കും കിട്ടിയ ആയുസിനെ കുറിച്ച്, ഓരോ ആളുകളുടെ വ്യക്തിപരമായി ഓരോ ആളുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. അതേപോലെ യൗവനത്തെക്കുറിച്ച് പ്രത്യേകം ചോദിക്കും. നമ്മുടെ യൗവനം എന്തിനു പാഴാക്കി കളഞ്ഞു, എങ്ങനെ ചിലവാക്കി നമ്മളെ നമുക്ക് യൗവനത്തെക്കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നു. പ്രത്യേകം യൗവനത്തെക്കുറിച്ച് പറയാനുള്ള കാരണം നമുക്കറിയാം, നമുക്ക് ചോരത്തണുപ്പിലെ സമയം എന്നൊക്കെ നമ്മൾ പറയാറില്ല. നമ്മൾ ആ ഒരു കാലഘട്ടം, യൗവനത്തിൻ്റെ കാലഘട്ടം, അത് പ്രത്യേകം ചോദിക്കും. അതുപോലെ സമ്പത്തിനെ കുറിച്ച് ചോദിക്കും. എങ്ങനെ സമ്പാദിച്ചു, എങ്ങനെ ചിലവഴിച്ചു. 2 ചോദ്യമുണ്ട്. എങ്ങനെ സമ്പാദിച്ചു ചോദ്യമുണ്ട്, എങ്ങനെ ചിലവഴിച്ചു ചോദ്യമുണ്ട്. അതുകൊണ്ട് ചിലവഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, സമ്പാദിക്കുമ്പോൾ ചിലവഴിക്കണം. ഹറാം കലരാൻ പാടില്ല. അനാവശ്യമായി നമ്മൾ ദൂരത്തടിച്ച് ചിലവാക്കാനും പാടില്ല. ഒരു മിതത്വം, വിശ്വാസികളെ കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞല്ലോ, ചിലവഴിക്കുന്ന കാര്യത്തിൽ വിശ്വാസികൾ ഒരു മിതത്വം പാലിക്കും. ഒന്നിങ്ങനെ ഇളക്കി വിട്ട് മൊത്തമായി ചിലവാക്കില്ല, പിടിച്ചു വെച്ച് പിശുക്കുകയില്ല. ഒരു മിതത്വം അവിടെ നമ്മൾ പാലിക്കണം. അതേപോലെ അറിവിനെക്കുറിച്ചും ചോദിക്കും. എന്തൊക്കെ അറിവ് നീ നേടി, എങ്ങനെ അറിവ് വിനിയോഗിച്ചു. നമുക്ക് ഒരുപാട് അറിവുകൾ നമ്മളുണ്ട്. അതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം. പക്ഷേ അറിവിനെക്കുറിച്ച് ചോദിക്കും. നീ എങ്ങനെ അറിവ് നേടി, ഏത് സ്രോതസ്സിന് എങ്ങനെ കേട്ടു, എങ്ങനെ പഠിച്ചു, എങ്ങനെ മനസ്സിലാക്കി, ആ അറിവ് വെച്ച് നീ എന്ത് ചെയ്തു, എങ്ങനെ പഠിച്ചു, എങ്ങനെ പഠിച്ചതനുസരിച്ച് എന്ത് പ്രവർത്തിച്ചെന്നെല്ലാം ചോദിക്കപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാം പ്രവാചകൻ നിരന്തരമായി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ ഹാസിബ്നി ഹിസാബൻ യസീറ, എന്നെ ലളിതമായി വിചാരണ ചെയ്യണമെന്ന്. കാരണം അല്ലാഹുവിൻ്റെ റസൂൽ മറ്റൊരു റിവായത്തിൽ ഹദീസിൽ കാണാം, പ്രവാചകൻ പറയുന്നു, ആരെങ്കിലും കണിശമായി വിചാരണ ചെയ്യപ്പെട്ടാൽ അവൻ പെട്ടത് തന്നെ. കണിശമായി ആരെങ്കിലും വിചാരണ ചെയ്യപ്പെട്ടാൽ അവൻ പെട്ടത് തന്നെ. അതുകൊണ്ട് നിരന്തരമായി നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അല്ലാഹുമ്മ ഹാസിബ്നി ഹിസാബൻ യസീറ, എന്നെ ലളിതമായി വിചാരണ ചെയ്യണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക നിരന്തരമായി.